നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്താ എൻ്റെ പൊന്നു വയസ്സ് ഇവിടെ മറ്റേ നടക്കാം ഇരിക്കാത്ത ഇതായിരിക്കും. നോക്കി നോക്കട്ടെ, ജനറൽ ടിക്കറ്റാണ്. എന്താ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ അതെ, അതുകൊണ്ട് നമുക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടൂല. നോക്കട്ടെ, ഇവിടെ ആൾക്കാർ താഴെ വെച്ച് ഇരിക്കുമെന്നേ, നല്ല വിഷയം പറ്റണം. നമുക്ക് ഇരിക്കാനും നിൽക്കാനോ ഒന്നും പറ്റില്ല. ഇതാകുമ്പോൾ ചെറിയ ട്രെയിനോ നല്ല കോച്ചും ഇല്ല. വേളാങ്കണ്ണിക്കാണ് അവസ്ഥ കാണിച്ചത്. ഇവിടെ ഒരു സ്ഥലത്ത് വെറുതെയാണ് സ്ഥലം വരെ കിട്ടൂല. എന്നിട്ട് ബാക്കി ആൾക്കാർ പുറത്ത് നിൽക്കുക. എന്ത് തിരക്കാണ്. താഴെ ഇരിക്കാനും കുഴപ്പമില്ല. നമ്മുടെ അതുകൊണ്ട് തന്നെ താഴെ ഇരിക്കാനും പോയി നോക്കട്ടെ, എന്തോരം ഉണ്ടെന്നും അറിയില്ല. തിരക്കാണ്, ഇതില്ല കായ അവസ്ഥയാണ്. ഞങ്ങൾ ഈ സമയത്ത് മറ്റു വരില്ല കേട്ടാ. അല്ലെങ്കിൽ ഞങ്ങൾ നാഗപ്പട്ടണം എന്ന സ്ഥലം ഉണ്ടാകും, ഇവിടേക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് അങ്ങനെ ഡയറക്റ്റ് വന്നു. ഇറങ്ങിക്കയറലും നടക്കൂല. എൻ്റെ പിന്നെ ഈ തിരക്കിൻ്റെ എൻ്റെ തിരക്കാ. സാധാരണ അറ്റ്ലീസ്റ്റ് വേളാങ്കണ്ണി പക്ഷേ നമ്മളെ പോകേണ്ട എങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല. പോയി നോക്കണം. ഇതൊന്നും ഇരുന്നുകൊണ്ടാണെന്നറിയില്ല. കാലത്തൊക്കിട്ടാണ് നല്ല വേദന ഉണ്ട് കാലിന്. നല്ല നല്ല വേദന. നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. നിൽക്കാൻ മാത്രം ഇരിക്കാൻ മാത്രം അണങ്ങാൻ പറ്റില്ല. ആ മാതിരി തിരക്കാണ്. ആ തിരക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനത്തെ തിരക്ക്. ഞാൻ എവിടെ പോയി റൂം കിട്ടില്ല ഇതുവരെ. കിട്ടുവാൻ നമ്മൾ റൂം എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ക്ലോക്ക് റൂമില്ലേ, ക്ലോക്ക് റൂം എടുക്കാമെന്നുള്ള രീതിയിലാണ്. ക്ലോക്ക് റൂം 5-6 മണിക്കൂർ എടുക്കുക. അതാകുമ്പോൾ 160 1 മണിക്കൂറത്തേക്ക് 20-30 ഉണ്ടാവും. എനിക്ക് നോക്കട്ടെ. എൻ്റെ അമ്മ കഴിച്ചിട്ടാണ് നല്ല ഇറക്കുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഇല്ല, നമ്മൾ എത്തി. നല്ല തിരക്കുണ്ട്. അല്ലെങ്കിൽ ചാർജും കുറവാണ്. ട്രെയിനിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മളിങ്ങനെ പോവാം. പള്ളികളിങ്ങനെ പോയി നോക്കാനാണ് ഇവർ പറഞ്ഞത്. AC റൂമൊക്കെ ഇവിടെ കിട്ടും പറഞ്ഞു. നോക്കി നോക്കണം. ഇവിടെ നിലത്ത് വല്ലതും കിടന്ന് ഉറങ്ങേണ്ടി വരും. ഇതാണ് തിരക്ക്. നിലവിലെ രാത്രി സമയത്ത് 8:45 തിരക്കാണ്. നോക്കട്ടെ, മാക്സിമം ട്രൈ ആക്കും. എന്തായാലും നമ്മളിവിടെ വരാം. എന്തായാലും നനഞ്ഞു കുളിച്ച് വരാൻ നോക്കാം. നമുക്ക് ഇവിടെ അത് സ്ഥലം എത്തിക്കാൻ പറ്റുന്നുണ്ട്. പോയി നോക്കാം. ഇവിടെ രക്ഷയില്ല. അവന്മാരിപ്പോൾ കൊന്നെടുക്കും മിക്കവാറും. ഒരു ഇതില്ലേണ്ട റെയിൽവേ സ്റ്റേഷൻ ആ സൈഡിലാണ്. അവിടെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അവിടെ നോക്കുക നോക്കട്ടെ. എന്നാൽ നമ്മൾ സെറ്റാക്കും എന്തെങ്കിലും. പക്ഷെ എവിടെ വഴി എന്താണെന്നറിയില്ല. ആൾക്കാർ പോകുന്നുണ്ട്, നമ്മളാ കൂടെ പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. എൻ്റെ പൊന്ന് നല്ല ഇറക്കുണ്ട് കേട്ടോ. രാത്രിയാണ് വെട്ടം കുറവായിരിക്കുന്നത്. നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നു. നല്ല തിരക്കുണ്ട്. ബട്ട് നമ്മളെത്തേണ്ട സ്ഥലം കറക്റ്റ് ആയിരുന്നു. കേൾക്കുണ്ടോ ആവുമോ അറിയില്ല. വേളാങ്കണ്ണി വരാൻ ചെറിയൊരു വീഡിയോ ആയിരിക്കുമല്ലോ. കാരണം നമ്മൾ വന്ന ട്രെയിനും സീറ്റ് കിട്ടി കുറച്ച് നേരം. പക്ഷെ എടുക്കാനുള്ളതുണ്ടായില്ല. അപ്പുറം ഇരുന്ന് ആൾക്കാരെ ഭയങ്കര സൗണ്ടൊക്കെ നമുക്ക്
നമ്മുടെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പിന്നെ എടുത്തില്ല. നല്ല ഉറക്ക ക്ഷീണമുണ്ട്, ഇവിടെയൊന്നും അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രിയാണ് നമ്മൾ വന്നത്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ രാത്രിയാണ് വന്നത്. കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് റൂമൊന്നുമില്ല. നമ്മൾ വന്നത് ഫെസ്റ്റിവൽ ടൈമാണ്. എനിക്കിതാദ്യം അറിയില്ല ഫെസ്റ്റിവൽ ടൈമാണ്. നല്ല നാടൻ സമയത്താണ് നമ്മൾ വന്നത്. നല്ല സുഖമാണ്. ഇപ്പോൾ സമയം എന്താണ്ട് 5 മണി 6 മണി ആവാറായി. ഞാനൊരു സ്ഥലത്ത് നമ്മളൊരു പോലീസുകാരൻ സഹായിച്ചു കിട്ടുന്നുണ്ട്. എന്താ പറയുക, നമുക്കൊരു സ്ഥലം കണ്ടിരുന്നു. ഒത്തിരി ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മേളിലൊരു പോലീസ് സർക്കിടൊക്കെ ഏരിയ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങൾ നിലത്ത് കിടപ്പുണ്ട്. അതിൻ്റെ അടുത്തൊന്ന് ഒരു ചാർജിങ് പോയിൻ്റ് അവിടെ ഇട്ടുവന്ന്, അവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഇട്ടുവന്ന് ഫാനും ഒരു ഓണാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അവിടെ കിടന്നോ കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ എണീച്ച് പോയാൽ ഞാൻ എണീച്ച് ഇപ്പം 5 മണി കഴിയപ്പോൾ എണീച്ചു. ഭയങ്കര സൗണ്ട്. താഴെ ട്രെയിൻ പോകണോണ്ട് തന്നെ ആൾക്കാർ നല്ല സൗണ്ടാണ്. ഓപ്പൺ ഏരിയ നല്ല സൗണ്ട്. ഞാൻ എണീച്ച് ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെയാണ് നമ്മൾ നിന്നത്. ഈ സൈഡാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. വ്യൂ അങ്ങനെ രക്ഷയില്ല. സെറ്റാണ്. ഇതിൻ്റെ സൈഡ് നോക്കണ്ടോ, നമുക്ക് രാവിലെ വ്യൂ കിട്ടില്ല. സെറ്റാണ്. ജസ്റ്റ് കാണിച്ചൊന്നും ഞാൻ ആൾക്കാരെ കാണിച്ചു തിരക്ക് എല്ലാവർക്കും നമുക്കറിയാത്തതുകൊണ്ടാണ് കിട്ടില്ല. ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. പെട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം നല്ല കാര്യമാണ് ആ സമയത്ത് വന്നത്. അത് മൊത്തം ആൾക്കാർ ഇതിൻ്റെ അടിയിലൊക്കെ മൊത്തം ആൾക്കാരുണ്ട്. ഇവരൊക്കെ നിലത്ത് കിടന്നുറങ്ങിയിട്ട് അതവിടെ നടക്കുള്ളൂ. ആ റൂം എടുക്കാൻ വേണ്ടി ഞാൻ 2-3 സ്ഥലത്ത് ചോദിച്ചു. അപ്പം അവരെ ഞങ്ങളടുത്ത് പറഞ്ഞു ഷെയർഡ് റൂമാണ് അല്ലെങ്കിൽ പെർ പേഴ്സണാണ്. ഷെയർ റൂമിനാകുമ്പോൾ 2500 രൂപ, പെർ പേഴ്സണാകുമ്പോൾ 6000 അടുത്ത് വരുമെന്നാണ് പറഞ്ഞത്. ഇവർ 6000 രൂപയൊക്കെ കൊടുത്ത് റൂം എടുക്കാൻ ഉള്ള ബഡ്ജറ്റ് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാണ് ചെയ്തത്. ഇതാകുമ്പോൾ ഫോണും നമുക്ക് ചാർജ് ചെയ്യാം, പവർ ബാങ്കും ചാർജ് ചെയ്യാം എന്നുള്ളത്. ഫോണും പവർ ബാങ്കും ചാർജ് ചെയ്യും. ഇവർ പറഞ്ഞ പള്ളിയിലവിടെ കിടക്കാൻ പറ്റും, കിടക്കണമെന്ന് സീനില്ല. പറയാട്ടോ, ഞാൻ എൻ്റെ കൈ കഴിക്കുന്നുണ്ട്. ഉറങ്ങാത്തതിൻ്റെ ആണെന്നുള്ളൂ. ഞാൻ ട്രാപ്പ് എടുത്തിട്ടില്ല. എൻ്റെ അടുത്തവിടെ പോലീസുകാരൊക്കെ പറഞ്ഞു നമുക്ക് പള്ളി കിടക്കാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, അവർ തന്നെ പറയുന്നുണ്ട് എന്താ പറയുക, പള്ളി കിടക്കണ്ട, കാരണം നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. കിടക്കണോണ്ടല്ല, ആൾക്കാരുടെ ശല്യം ഉണ്ടാവും, പിന്നെ പിക്ക് പോക്കറ്റിങ് അങ്ങനെയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്നാണ് പോലീസുകാർ തന്നെ പറഞ്ഞത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞ് എല്ലാം റെയിൽവേ സ്റ്റേഷനിലേക്ക് തൊട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ മേളിൽ കയറി കാര്യം പറഞ്ഞപ്പോൾ അവർ ഇവിടെ കിടന്നോളാൻ പറഞ്ഞ് അങ്ങനെ കിടത്തുക. പിന്നെ സേഫാണ്. നമുക്ക് പോലീസുകാരെപ്പോഴും ആളുണ്ട്. മറ്റേത് എപ്പോഴും ആളുണ്ടെങ്കിൽ പോലും അവരങ്ങനെ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം നല്ലതുണ്ടല്ലോ, ഭരണം ശ്രദ്ധിക്കില്ല. നല്ല ജനമുള്ളതുകൊണ്ട് തന്നെ അവരാണ് ശ്രദ്ധിക്കില്ല. ഞാൻ വന്നപ്പോൾ ഉള്ള വ്യൂ അല്ല ഇപ്പോഴത്തെ വ്യൂ. നല്ല രസമുണ്ട്. എന്തായാലും പോലീസുകാരൊട്ടും നമ്മളെ സമ്മതിക്കുക. ഞാൻ അവിടെ കിടക്കാം എന്നുള്ള നിന്ന് റൂമില്ലാത്ത ഒട്ടും സമ്മതിക്കുന്നില്ല. ഇവിടെ നിന്ന് 400 മീറ്റർ എന്തോ ബാക്കിയുള്ളൂ. 400-500 മീറ്ററാണ് നമുക്ക് പള്ളിയിലേക്കുള്ളൂ. ഇവിടുന്ന് ചെറിയൊരു ടോപ്പിംഗ് പോലെ കണ്ടു. അവിടെയാണ് പള്ളി, ആ ഏരിയയാണ് പള്ളി കേട്ടോ. വെട്ടാണ്ട് കാണാൻ വേണ്ടിയില്ല, അതാണ് പള്ളി സൈഡ്. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അത് ഒറ്റയ്ക്ക് നേരത്തുണ്ടായി. ഇന്നലെ ഉള്ളവർ അതിലൊരാൾ BSc നേഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കും ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. മറ്റവനും ജോലിയുണ്ട്, അപ്പോൾ അവരങ്ങനെ പോയി. നമുക്കും ജോലിയുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ് നമ്മൾ ചെല്ലു കൊടുക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് നമുക്ക് ട്രെയിൻ വന്നത്. അങ്ങനെ നോക്കാം. നമുക്ക് നേരെ പിന്നെ അവിടെ നിന്ന് നേരെ ജോബിന് പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കണം. ട്രെയിൻ വരണ്ട ഇടയ്ക്കിടയ്ക്ക്, നോക്കണേ. അങ്ങനെ പോകാൻ ഓർത്തോണ്ട് ഇങ്ങനെ നിൽക്കണം. ഇനി എന്തായാലും നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കണം. അപ്പോൾ
ഇനി അങ്ങനെ നമ്മൾ ജസ്റ്റ് തൊഴുതിട്ട് ഇറങ്ങാന്നുള്ള രീതിയിൽ നിൽക്കണം. അപ്പോൾ ഒത്തിരി തിരക്കാണ് നമുക്ക് എല്ലായിടത്തും. ഇതെങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതെങ്ങനെ സംഭവം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ, എനിക്കൊന്നും അറിയില്ല അവിടെ. അപ്പം ജസ്റ്റ് ഇവിടെ ചോദിച്ചിട്ട് എങ്ങനെയാണോ അതുപോലെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇനി എന്തായാലും കുറച്ച് 7 മണി അങ്ങോട്ട് ആകുമ്പോഴാണ് നമ്മൾ തുറക്കണം. ഞാൻ ഇന്നലെ 9 മണിയായി ഇപ്പം ചെന്നു, 9 മണിയായി വന്നു. പക്ഷെ നമുക്കിതിന് അഡ്രസ്സും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ കറങ്ങി നടന്ന് വന്നപ്പോഴത്തേക്കും അടച്ചു പോയിട്ട്. അപ്പം നമുക്ക് നല്ലതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിവിടുന്ന് പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത്. പോലീസുകാർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഇത് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് ലോക്കൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതെന്താണെന്ന് മനസ്സിലായത്. എഞ്ചിൻ മാത്രം കൊണ്ട് പോകണം. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഞാൻ തിരുച്ചിറപ്പള്ളി ടു വേളാങ്കണ്ണിയാണ് നമുക്ക് ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കിട്ടണം കേട്ടോ. അതിന് 7 ബോഗി എന്തോ ഉണ്ട്. ബട്ട് ആൾക്കാരും നമുക്ക് എണീച്ച് തരില്ല. അവരെല്ലാം നിലത്ത് കിടക്കുകയാണോ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കും. അതുകൊണ്ട് നമുക്കവിടെ നിൽക്കാൻ പോലെയുള്ള ഗ്യാപ്പിടാം. പ്രത്യേകിച്ച് ലേഡീസ് അവർ സ്വന്തം കാര്യം ചിന്താപോകാന്നുള്ള ടീമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ആരും ഒന്ന് പറഞ്ഞാലും കാര്യമില്ല, അവരെണീക്കില്ല. എന്ത് വന്നാലും അവരവിടുന്ന് എണീച്ച് തരില്ല. നമുക്ക് പറഞ്ഞ് നിൽക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്നിട്ട് എന്തോ ഭയം കൊണ്ട് നമുക്ക് മലയാളം അറിയാവുന്ന 2 തമിഴ് ചേട്ടന്മാരെ കിട്ടി. നമ്മളെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അവർ കേരള ബോർഡർ തന്നെയാണ്, അവർക്ക് മനസ്സിലാവും, പറയാൻ അറിയില്ല. അപ്പോൾ അവർ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ആ ചേട്ടൻ ഇറങ്ങിയപ്പോൾ നമുക്ക് ആ ചേട്ടൻ അവിടെ സീറ്റാക്കി തന്നു. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല തിരക്കായിരുന്നു. പക്ഷെ ഞാൻ തിരക്കിൻ്റെ പണി ഞാൻ സൈഡിൽ കാണിച്ചുതരാം. പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത് എല്ലാ കാര്യങ്ങളും. ഇങ്ങോട്ടൊന്നുമില്ല കേട്ടോ. നമുക്കിനി ഇവിടുന്ന് കാരക്കലാണ് പോകേണ്ടത്. കാരക്കലിന് ഇപ്പോഴാണ് ബസ്സൊന്നും അറിയില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്തായാലും 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞ് പോകാമെന്നുള്ള രീതിയിൽ ഇപ്പം നിലവിൽ നിൽക്കണം കേട്ടോ. കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ്. അവിടെ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം പുതിയ രീതിയിലുണ്ടെങ്കിൽ നമ്മളത് വഴിയും കഴിഞ്ഞിട്ട് നമ്മൾ പോകത്തുള്ളൂ. ബാക്കിയെല്ലാം കാണാം. ഞാൻ എണീച്ചേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് എപ്പോഴാണ് ബസ്സെന്ന് അറിയണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ് ബസ് സ്റ്റാൻഡ്. ഇതൊരു ടെമ്പററി ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. അന്വേഷിക്കട്ടെ. നമ്മളങ്ങനെ എടുത്തിട്ട് നല്ല തിരക്കുണ്ട്. പക്ഷേ തിരക്ക് സുഖമായിട്ട് കടന്നു പോകുമ്പോൾ ഇങ്ങനെ വണ്ടികൾ കൊണ്ടുവന്ന് അവരിടും. അത് ഏറ്റവും പാട്. എല്ലാവരും അവിടെ എത്തുമ്പോൾ മനസ്സിലാട്ടാ. എന്നാലും രാത്രി കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ നമ്മളിവിടെ എത്തി. പക്ഷേ എങ്ങനെ കാര്യമൊന്നും അറിയില്ല. പോയി നോക്കണം. നിറച്ച് ആൾക്കാരുണ്ട്. കുർബാന അങ്ങനത്തെ സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊഴുത് പരിപാടിയൊക്കെ കഴിഞ്ഞു. തിരിച്ചു പോയിട്ട് ഇതിൽ എവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് എനിക്കത് ചെയ്യാൻ. അപ്പം നമുക്കറിയില്ലല്ലോ. നമ്മളിനി ഇവിടുന്ന് നേരെ കാരക്കലിന് പോവാം. ചിദംബരം പോകാൻ പ്ലാനായിരുന്നു. ബട്ട് നടക്കൂല. നമുക്ക് ട്രെയിൻ എങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. മഴ പെയ്യുണ്ട്. ബസ് ഇവിടുത്തെ ആൾക്കാർ ഇവർക്കൊരു സഹകരണം അതാക്കുമല്ലോ. ഇവിടെ ചേച്ചി പറഞ്ഞിരിക്കാം. ചേച്ചി കൊടുക്കണം. നാഗപട്ടണം ബസ് സ്റ്റാൻഡ്. ഇവിടെ പക്ഷെ എല്ലാത്തിനും പാട്ടുണ്ട്. അതാ വിഷയം.
നമ്മളങ്ങനെ കാരക്കലെത്തി. കാരക്കൽ നമുക്ക് ബസ്സിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ചില ആൾക്കാരൊക്കെ എടുക്കണ്ടെന്ന് പറയും. എന്ത് ചെയ്യാനാ, നമുക്ക് എടുക്കാമെന്ന്. നമ്മളങ്ങനെ കാരക്കലെത്തി. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കും. കുറച്ചുണ്ടെന്ന് പറഞ്ഞേ റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പിൽ. നല്ല വെയിലാണ്. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നിറച്ചും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളാണ് നിറച്ചുണ്ട്. കോഴിക്കോട് വെച്ചാൽ കാണാട്ടാ. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചോ. ഒരു കുതിര നിൽക്കണം. ആദ്യമായിട്ടാണ് ഇവിടെ മറ്റേ 2 കല്ലുണ്ട്. വേറെ ആരുമില്ല. ഇത്രയും മോശമുണ്ട്. വേറൊരു സ്ഥലത്തേക്കായിരിക്കും കേട്ടോ. ഞാനിവിടെ തപ്പിട്ട് നോക്കട്ടെ. നമ്മളിവിടെ കാരിക്കൽ എക്സ്പ്രസ്, ഇതാണ് നമുക്ക് പോകുന്ന ട്രെയിൻ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഫ്രഷ് ആകാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് നാഗപട്ടണം തിരിച്ചു പോയി അവിടുത്തെ ട്രെയിനിൽ അവിടെ നിന്ന് നമുക്ക് ബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. സ്ലീപ്പർ നമുക്ക് അവിടെ ബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ പോവാം. ഇവിടുന്ന് പരിചയപ്പെട്ടൊരു അമ്മ, നല്ല സുഖമാണ് കേട്ടോ. ഇതാണ് പറഞ്ഞത് ഇവിടുന്ന് ബോർഡ് ചെയ്യേണ്ട. അവിടെ നിന്ന് അവിടെ ചെന്ന് ബോർഡ് ചെയ്തത്. പിന്നെ അവർക്ക് ഓഫീസിൽ വെച്ചപ്പോൾ അവരും അവിടെ നിന്ന് തന്നെ ബോർഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. 9:40 അങ്ങോട്ട് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് പോകണം അങ്ങോട്ട്. അത് വേളാങ്കണ്ണി ട്രെയിൻ എന്നാണ് പറഞ്ഞത്. നല്ല തിരക്കായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പഴയ സിനിമയിലെ കാണുന്ന പോലത്തെ ട്രെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുള്ള ട്രെയിൻ. തഞ്ചാവൂർ നിന്ന് വന്നിരുന്നു. വേളാങ്കണ്ണിയിൽ നിന്ന് തഞ്ചാവൂർ വന്നിച്ച് കഷ്ടമായി പോയി. അവിടെ നിന്ന് പിന്നെ നമ്മളെത്തി തിരിച്ച് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ജനറലാണ് കിട്ടുള്ളൂ. അപ്പം തഞ്ചാവൂരത്ത് കയറാൻ വരെയുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നാണ് അത് പറഞ്ഞത്. പിന്നെ അവിടുത്തെ ടിക്കറ്റ് തീർന്നു പോയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ തിരിച്ചെത്തിയപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു ഡിണ്ടിഗൽ ബിരിയാണി കണ്ടു. എൻ്റെ ട്രെയിനിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, തമിഴ്നാട്, കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് മലയാളം മനസ്സിലായി. അപ്പോൾ അവനാണ് എനിക്ക് കാണിച്ചു തന്നത്. ഇങ്ങനൊരു സ്ഥലമുണ്ട്, 150 എന്തുകൊണ്ട്. ഞാനത് കഴിച്ച് നല്ല കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള സ്ഥലമൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഫ്രൈഡ് റൈസോ കാര്യം നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. വെയിലുണ്ട്, നല്ല വെയിലുള്ളതുകൊണ്ട് ചാർജ് നിൽക്കുന്നില്ല. അവിടെ എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നല്ല സ്പീഡാണ് ചാർജർ, നല്ല ചൂട്, ഒരു രക്ഷയിലാട്ടാ. റോട്ടിൽ നിന്നൊക്കെ അടിക്കുന്ന ചൂടുണ്ടല്ലോ, രക്ഷയിലാത്ത ചൂടാണ്. ചെയ്യാൻ പോലും പറ്റണില്ല. വെള്ളമൊക്കെ വാങ്ങിച്ച് ഉൾപ്പാടിയില്ല. അതൊന്നുമായിട്ടുള്ള വെയിലാണ്. ഇല്ലാട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ ഇതിൽ കൂടെ അങ്ങ് പോകണം. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് ചെല്ലും. വെയിറ്റിംഗ് റൂം എടുക്കണം, ഒന്ന് കുളിക്കണം, കല്ലടൊക്കെ ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് കാണിച്ചില്ല. വെയിലത്ത് ഇതിലൊന്നും നടക്കാൻ പറ്റില്ല. സമാധാനം എസിയിലാണ്. ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടണമെങ്കിൽ 6 മണി കഴിയണം. ടിക്കറ്റ് ഉണ്ടാവുമല്ലോ എന്ന് അറിയില്ല. ടിക്കറ്റ് സാധാരണ നേരത്തെ എടുക്കാൻ പറ്റുന്നില്ല. കുളിക്കണം, കല്ലടൊക്കെ ചെയ്യണം. അപ്പം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ നിർത്തി.